സെൽവിയും അമ്മയും ദേവയാനി ചേച്ചിയും അമ്പലത്തിൽ പോയി. പിറന്നാളല്ലേ, അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ദേവി അത് കണ്ട്. അച്ഛൻ അവിടെ ഇല്ല, അച്ഛൻ ചായപ്പീടിയിൽ പോയി. അപ്പം അച്ഛൻ വാങ്ങിച്ച് കൊണ്ടുവന്ന ഡ്രസ്സൊന്നും കുട്ടി ഇട്ടില്ല. അമ്മ കൊണ്ടുത്തന്നതാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അച്ഛൻ വന്നേരം ദേവി പറഞ്ഞ്, ചേട്ടാ, ഞാൻ പറയുമ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടതല്ലേ ഇന്നലെ, ഇപ്പം എന്തായി? നിങ്ങൾ കൊടുത്ത ഡ്രസ്സും അത്രയും സാധനങ്ങളൊന്നും കുട്ടി ഇട്ടില്ല. അമ്മ കൊടുത്തതാണ് ഇട്ടിട്ട് അമ്പലത്തിൽ പോയത്, കണ്ടാ എന്ന് പറഞ്ഞ്. അത് ആദ്യമായിട്ട് അച്ഛന് ദേവീൻ്റെ അടുത്തുനിന്ന് അത് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ എന്ത് പറഞ്ഞ്, നീ എന്തെന്നാ ദേവി പറയുന്നത്, എനക്കത് മനസ്സിലാവുന്നില്ലല്ലോ, ഒന്ന് വ്യക്തമായി പറ എന്ന് പറഞ്ഞ്. അതിന് ദേവി പറഞ്ഞ്, എത്ര വലിയ കുറേ പൈസയെല്ലാം കളഞ്ഞതല്ലേ ചേട്ടാ എന്ന് പറഞ്ഞ്. എന്ത് കുറേ പൈസ എന്നാ നീ ഇങ്ങനെ പറയുന്നത്? നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് 2 ദിവസമായല്ലോ. ഇത് എത്ര പൈസ ഇതാക്കിയത്? കുറേ ലക്ഷങ്ങൾ ചിലവായി പോയോ എന്ന് അച്ഛൻ പറഞ്ഞ്. അതല്ല ചേട്ടാ ഞാൻ പറഞ്ഞത്, ലക്ഷങ്ങളല്ല പറഞ്ഞത്. ഇപ്പോൾ ഉള്ള കാലഘട്ടങ്ങളിൽ ഈ പൈസ കൂടുതൽ തന്നെയല്ലേ. ഒരു 3000 റുപ്യൊക്കെ എന്നൊക്കെ പറയുമ്പോൾ വലിയ പൈസയല്ലേ ഇതെല്ലാം. ഇപ്പം ഒരു പവൻ എടുക്കാൻ പറ്റും, ഒരു പവൻ 3000 റുപ്യക്ക് കിട്ടുന്നില്ലേ. നിങ്ങൾ അത്ര പൈസയല്ലേ ഇന്നലെ ചിലവാക്കിയത്. പിറന്നാളാ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് എല്ലാം ആർഭാടാക്കില്ല നിങ്ങൾ എന്ന് പറഞ്ഞ്. അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല. അന്നേരം അച്ഛൻ പറഞ്ഞ്, നീ എനിക്ക് അധ്വാനിച്ച് തന്ന പൈസയാണോ ഞാൻ ചിലവാക്കിയത്? നീ ഇങ്ങനെ കിടന്ന് പെറുപിറുക്കുന്ന എന്തിനാ? ഞാനുണ്ടാക്കിയ പൈസയല്ലേ, എൻ്റെ കുട്ടിക്കല്ലേ ഞാൻ വാങ്ങിയത്. നീ അതിനല്ലേ ഇങ്ങനെ കണക്ക് പറയുന്നത്? എൻ്റെ അടുത്ത് ഞാൻ 1 രൂപ വാങ്ങിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ പറയുന്നത് എന്ന് അച്ഛൻ പറഞ്ഞ്. അതുകൊണ്ടല്ല ഏട്ടാ ഞാൻ പറയുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. അങ്ങനെയല്ല, നിങ്ങൾ അത്രയും പൈസ ചിലവാക്കി കൊണ്ടുവന്നിട്ട് അത് ഒരു ഉപയോഗം ഇല്ലാണ്ടായിപ്പോയില്ല, കുട്ടി അത് ഇട്ടില്ലല്ലോ, അതാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് അച്ഛൻ മറുപടി പറഞ്ഞ്, ദേവി ഒന്ന് മനസ്സിലാക്കണം, നീ ഇവിടെ വന്നിട്ട് 1 കൊല്ലമായില്ലേ. ഈ 1 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ട്. എന്നാലും സെൽവി അച്ഛൻ വേറെ അമ്മ വേറെ എന്ന് ഇതുവരെ കണ്ടില്ല, ഇനി കാണാനും പോകുന്നില്ല. അത് കുട്ടിയാണ്, അതിനറിയില്ല. അച്ഛനും അമ്മയും ഒരു കുട്ടിക്ക് ഒരുപോലെയാണ്. കുട്ടിയേക്ക് വേർതിരിക്കാൻ പറ്റില്ല. നീ ഇങ്ങനത്തെ വർത്തമാനം പറയരുതേ, എനിക്ക് ഇങ്ങനത്തതൊന്നും ഇഷ്ടമല്ല എന്ന് അച്ഛൻ പറഞ്ഞ്. അങ്ങനെ പറയുമ്പോൾ ഈ 1 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ആദ്യമായിട്ട് പറയുന്നതാണ് ദേവീൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു വാക്ക്. അല്ലെങ്കിൽ പഞ്ചസാര പോലത്തെ വാക്കാ പറയുക. അന്നേരം ദേവി പറഞ്ഞ്, ചേട്ടൻ ചൊടിച്ചോ ഞാൻ പറഞ്ഞതിനെ എന്ന് ചോദിച്ച്. ഏയ് ചൊടിയൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞ്. ഇപ്പോൾ ആകെ 4 ഡ്രസ്സ് ഉണ്ടല്ലോ, 4 ഒന്നിച്ചിടാൻ പറ്റൂലല്ലോ, ഓരോന്നായിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. അമ്മ കൊണ്ടുവന്നത് ഇട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്ന്, ഞാൻ കൊടുത്തത് എൻ്റെ മോൾ ഇടാണ്ടിരിക്കില്ല. അച്ഛനോട് ഓക്ക് സ്നേഹം കൂടുതലാ എന്ന് ദേവീൻ്റെ അടുത്ത് പിന്നെയും അച്ഛൻ അങ്ങ് പറഞ്ഞു. പിന്നെ ഒന്നും ദേവി അനങ്ങിയില്ല. മേടിങ്ങനെ വേർത്ത് വെച്ച് അവിടെ ഇരുന്ന്. അപ്പം കുട്ടി അകത്ത് നിന്നിട്ട് അമ്മേനോട് ചോദിക്കുന്നേ, അമ്മേ, ഇത് അമ്മ വാങ്ങിച്ചു തന്ന ഡ്രസ്സല്ലേ, അച്ഛൻ കൊണ്ടുവന്നിട്ടില്ലേ, ആ ഉടുപ്പ് ഞാൻ ഇട്ടോട്ടെ, ഇത് കഴിച്ച് വെക്കട്ടെ എന്ന് പറഞ്ഞ്. അതിന് അമ്മ പറഞ്ഞു, ആ ശരി ഇട്ടോ എന്ന് പറഞ്ഞ്. പിറന്നാളല്ലേ, ഒരു ദിവസമല്ലേ, ഒരു ഹാപ്പിയായി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട്.
അന്നേരം ഇത് അച്ഛനും ദേവിയും പുറത്തുനിന്ന് ഇത് കേൾക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ പറഞ്ഞ്, എനിക്ക് ചെവിടുണ്ടോ, പറയുന്നത് കേട്ടുക, നീ കേട്ടുക എന്ന് ദേവീനോട് പറഞ്ഞ്. ആ കേട്ടാ എന്ന് പറഞ്ഞ്. ആ എന്നാലും അനങ്ങണ്ട, അവിടെ കുത്തിരിഞ്ഞോ എന്ന് അച്ഛൻ പറഞ്ഞ്. അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പുറത്തേക്ക് പോയി. അന്നേരം ഈ കുട്ടിയും കളിക്കാൻ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കാൻ പോയിട്ട് വന്ന് ഇവളിങ്ങനെ ഈ 3000 രൂപ ചിലവായി പോയി എന്നുള്ള ഒരു ചിന്തയിലല്ല നിൽക്കുന്നത്. ഈ ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ ആ 3000 രൂപ ഓക്ക് കിട്ടൂലേ, ഓളെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കൂലേ. അപ്പോൾ ഓക്ക് കിട്ടേണ്ട പൈസയല്ലേ ഇങ്ങോട്ടായിപ്പോയത്. അതാണ് ഇവക്ക് ഒരു വലിയൊരു പ്രശ്നം. ഓൾ അധ്വാനിച്ച പൈസ പോലെയാണ് ഓളിങ്ങനെ സങ്കടപ്പെടുന്നത്. അപ്പോൾ അമ്മ പേടിയെ പോയി. കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയും ഇല്ല, അച്ഛനും പുറത്തെവിടെയോ പോയി. ഈ ദേവിയുണ്ട്. അന്നേരം കുട്ടീനെ കണ്ടപാട് ദേവി പറയുന്നു, ഓ നാശം, ഈ നാശത്തിനെ കൊണ്ട് എത്രയാ നാശം ഇവിടെ. ഒരു കൊല്ലായി ഇതുവരെ ഖമാന്നൊരക്ഷരം മിണ്ടാത്തൊരു മനുഷ്യനാ എന്നോട് അങ്ങനത്തെ വർത്തമാനം പറഞ്ഞത്. എല്ലാത്തിനും ഇവിടെ ഒറ്റൊരുത്തിയ കാരണ കുട്ടിച്ചാത്തനെ പോലെ. ഇതൊരു ശരിക്കും ഒരു കുട്ടിച്ചാത്തൻ തന്നെയാണ് എന്ന് ദേവി പറഞ്ഞ്. അതിന് സെൽവി അങ്ങോട്ട് മറുപടി പറഞ്ഞ്. എന്തു പറഞ്ഞ്? എൻ്റെ പേര് കുട്ടിച്ചാത്തനല്ല, എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് പേരിട്ടിട്ടുണ്ട്. എൻ്റെ പേര് സെൽവിയാണ്. നിങ്ങൾക്ക് വിളിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വിളിക്കണ്ട. എനിക്ക് അതിനെക്കൊണ്ട് വിഷമമില്ല നിങ്ങൾ വിളിച്ചില്ലെന്ന്. എന്നെ ഇങ്ങനെയൊന്നും കുട്ടിച്ചാത്താനെന്നൊന്നും വിളിക്കാൻ പാടില്ല എന്ന് കുട്ടി പറഞ്ഞ്. എടി ധിക്കാരി, നിനക്ക് ഇത്ര ചെറിയ പ്രായത്തിൽ നിനക്ക് ഒരു 65-70 വയസ്സുള്ള ബുദ്ധിയാണല്ലോ ദൈവം നിനക്ക് തന്നത് എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ ദേവയാനി ചേച്ചിയും കല്യാണി അമ്മമ്മയും ഇത് കേൾക്കുന്നുണ്ട്. ഇവൾ ഈ കുട്ടിയായിട്ട് വർത്തമാനം പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീശങ്ങ് വീശി ചെള്ളക്കി, കുട്ടീൻ്റെ ചെള്ളക്കി ഓൾ 5 കയ്യിൻ്റെ വിരലും കുട്ടീൻ്റെ ചെള്ളയിലുണ്ട്. ചെറിയ കുട്ടിയല്ലേ, 5 വയസ്സല്ലേ ആവുന്നുള്ളൂ, തുടക്കമല്ലേ. 4 കഴിഞ്ഞ് 5-ാമത്തെ വയസ്സ് അന്നാണ് പിറന്നാൾ. അന്നാണ് ഇവിടെ വെച്ച് കാച്ചിയത്. ഇത് അന്നേരം അമ്മേന്ന് പറഞ്ഞ് കുട്ടി താഴെ വീണ്. ഇത് കേട്ടിട്ട് ദേവയാനി ചേച്ചി പാഞ്ഞ് വന്നിട്ട് ദേവി കുട്ടീനെ 1 അടിയേ അടിച്ചിട്ടുള്ളൂ. ഒരു 10 അടി അങ്ങോട്ടടിച്ച് ഓളെ ചള്ളയ്ക്ക് വേണ്ടുന്നും കൊടുത്തു ദേവയാനി ചേച്ചി. അന്നേരം ഇവള് ദേവയാനി ചേച്ചീൻ്റെ മെക്കിട്ട് കയറുന്നു. നിനക്കെന്തിനാ ഇത്ര കടച്ചലും പുകച്ചലും എടുക്കുന്നത്? നിൻ്റെ കുട്ടീനെയാണോ ഞാൻ തള്ളിയത്? അല്ലാലോ, നിനക്കെന്താ എന്ന് പറഞ്ഞ്. അതിന് ദേവയാനി ചേച്ചി മറുപടി പറഞ്ഞ്, എടി ചെറ്റേ, നിന്നെ പോലെ അല്ലടി ഞാൻ എൻ്റെ ഏട്ടൻ്റെ കുട്ടീനെ തല്ലുമ്പോൾ ഞാൻ നോക്കി നിൽക്കാൻ. ഓള് എൻ്റെ അത്ര പ്രായമുള്ള ആളാ. ഒരു ചെറിയൊരു പൈതലിനല്ലേ നീ ഇങ്ങനെ അടിച്ച് ചവിട്ടി താത്തിയത്, എന്നെ അടിക്കണേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് അടിയുണ്ടാക്കി, ഏറിയ കച്ചറയുണ്ടാക്കി. ദേവയാനി ചേച്ചിയും ദേവിയും കൂടിയിട്ട് വലിയ കച്ചറയായി. അന്നേരം അങ്ങ് ഇടവളക്കാരെല്ലാം വന്ന് ഇതെന്താ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ്. അന്നേരം ദേവയാനി ചേച്ചി പറഞ്ഞ്, ഓള് എങ്ങനെയുണ്ട്, ഈ ചെറിയ കുട്ടീനെ ഓള് തല്ലിയത് മാത്രമല്ല, കുട്ടീൻ്റെ പിറന്നാളന്ന് അന്നാ ഓള് ചെള്ളയ്ക്ക് കൈ നോക്ക്, ഓളെ 5 വിരലും ചെള്ളയിലുണ്ടെന്ന് പറഞ്ഞ്. വന്ന ആൾക്കാരെല്ലാവരും ദേവീനെ കുറ്റം പറഞ്ഞ്. ഓക്ക് പിന്നെ ഒരാൾ പറഞ്ഞാൽ തന്നെ സഹിക്കാൻ പറ്റില്ല, പിന്നെ എല്ലാവരും പറയുമ്പോൾ ഓക്ക് ഒരു വിഷമം ഉണ്ടാവില്ലേ. എല്ലാവരും കഴിഞ്ഞ് പ്രശ്നമെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. ലേശം കഴിഞ്ഞിട്ട് അച്ഛൻ വന്നപ്പോൾ
കുട്ടിയൊന്നും പറഞ്ഞില്ല. കാരണം അച്ഛൻ്റെ കാമുകിയല്ലേ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലോ, അച്ഛൻ ദേഷ്യപ്പെട്ടാലോ എന്ത് ചെയ്യാനാ? അച്ഛൻ ഓക്കല്ലേ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അമ്മയ്ക്കും സെൽവിക്കും അച്ഛൻ സപ്പോർട്ട് ചെയ്യൂലാലോ എന്ന് പേടിച്ചിട്ട് കുട്ടിയൊന്നും പറഞ്ഞില്ല. അനങ്ങാണ്ട് അവിടെ ഇരുന്ന്. അന്നേരം ദേവയാനി ചേച്ചി പറഞ്ഞ്, ചേട്ടാന്ന് പറഞ്ഞ്, എന്താ മോളെ പറയുമെന്ന് പറഞ്ഞ്, നിങ്ങളെ ദേവി എന്ത് ഇന്ന് ചെയ്തെന്നറിയോ എന്ന് പറഞ്ഞ്. ഇവളെന്തെന്നാ ചെയ്തേ എന്ന് അച്ഛൻ ചോദിച്ചു. അന്നേരം കുട്ടീൻ്റെ ചെള്ളയ്ക്ക് നോക്കും, ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് ഇങ്ങ് മനസ്സിലാവും എന്ന് പറഞ്ഞ്. നോക്കുമ്പോൾ കൈയിൻ്റെ 5 വിരലും അവിടെ ഉണ്ട്. ഇതെന്താ കൈപ്പാട് കാണുന്നു ചെള്ളയിൽ? ഓളമ്മ തല്ലിയതാ എന്ന് അച്ഛൻ പറഞ്ഞു. ഓളമ്മ തല്ലിയതല്ല. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.